നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. കേരള തീരത്ത് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കൊരട്ടിക്കരയിൽ ബൈക്കിന് പിറകിൽ കാറിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ നാട്ടുകാർ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രക്കാരായ ചാലിശ്ശേരി വരമംഗലത്ത് വീട്ടിൽ 31 വയസ്സുള്ള സുനീർ, 27 വയസ്സുള്ള ലുലു മർസാന, 9 വയസ്സുള്ള ഫാത്തിമ അഫ്രീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ശനിയാഴ്ച രാത്രി 10 മണിയോടെ കൊരട്ടിക്കര കിങ്സ് പാർക്ക് ഓഡിറ്റോറിയത്തിന് സമീപമാണ് അപകടം നടന്നത്. കടവലൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബൈക്ക് പെട്ടെന്ന് വലത്തോട്ട് തിരിക്കുന്നതിനിടയിൽ പിറകിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഭരണ സംവിധാനത്തെ സ്വാധീനിക്കുന്നതാണ് കഥകളെന്നും എല്ലാ കാലത്തും നിലനിൽക്കുന്നവരാണ് സാഹിത്യകാരന്മാരെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. പൊന്നൂർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ 2ാമത് മാധവിക്കുട്ടി പുരസ്കാരം സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാം ജീവിക്കുന്നത് ജനാധിപത്യത്തിലാണെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ജനാധിപത്യം ഒരു ആചാരമായി മാറുമെന്ന് കഥകളെ ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. നെക്സസിൽ പറയുന്ന ഒരു ഭാഗം കഥകൾ വഴിയാണ് നമ്മൾ ഭരണ സംവിധാനത്തെ ആധിപത്യത്തേക്ക് നിർത്തിക്കൊണ്ടുപോകും. പുതിയ പുതിയ കഥകൾ വന്നുകൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ നമുക്ക് കഥയാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. നാം ജീവിക്കുന്നത് ജനാധിപത്യത്തിലാണെന്നാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത്. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ജനാധിപത്യം വലിയൊരു ആചാരമായി മാറും. നാം വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാം തന്നെ തീരുമാനിക്കപ്പെടുന്ന ഒരു കാലമായി അതൊക്കെ മാറുന്നു എന്ന് കരാരി സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ കഥകൾ ഓരോ കാലത്തും എങ്ങനെ നിർമ്മിക്കുന്നു, ഓരോ രൂപത്തിൽ എങ്ങനെയാണ് കഥകൾ വരുന്നത്, ഇവരെല്ലാം കഥകളിലൂടെ, എഴുത്തിലൂടെ കഥകളുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ അന്ന് വായിച്ചപ്പോൾ സാന്ദർഭികമായിട്ട് ആത്രേയകത്തിൽ ഇത് പറയുന്നത് കഥകളാണ് ഈ ഭരണ സംവിധാനത്തെ നിലനിർത്തുന്നത്. സാമൂഹ്യ പ്രസിഡന്റ് അറക്കൽ ഉമ്മർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കുന്നത്തൂർ PM പാലസിൽ നടത്തിയ പരിപാടിയിൽ സുഭാഷ് ചന്ദ്രൻ മന്ത്രിയിൽ നിന്നും മാധവിക്കുട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി. വായിക്കാത്തവരുടെ മനസ്സിൽ മാധവിക്കുട്ടി ആസക്തിയുടെയും ഉന്മാദത്തിന്റെയും എഴുത്തുകാരിയാണ്. എന്നാൽ വായിക്കുന്നവരുടെ മനസ്സിൽ ഇത്തരമൊരു ചിന്ത ഉണ്ടാകില്ലെന്ന് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നടത്തിയ ചെറുകഥാ മത്സരത്തിലൂടെ രംഗപ്രവേശനം ചെയ്ത സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് സബ് എഡിറ്റർ കൂടിയാണ്. കേരള സാഹിത്യ അക്കാദമി 2 തവണ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ സമിതി ജനറൽ കൺവീനർ KB സുകുമാരൻ ആമുഖ പ്രഭാഷണം നടത്തി. അമേരിക്കൻ എഴുത്തുകാരൻ അബ്ദുൾ പുന്നൂർകുളത്തെയും മുഹമ്മദ് ജിഷാർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. സാഹിത്യ നിരൂപകനും മടപ്പള്ളി കോളേജ് പ്രൊഫസറും കൂടിയായ KV സജയ് മുഖ്യപ്രഭാഷണം നടത്തി. ഗിരീശൻ ഭട്ടതിരിപ്പാട്, സാജൻ കുമാർ, ബൈജു കുമാർ എന്നിവരുടെ ചിത്ര പ്രദർശനത്തോടെയാണ് വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണ ചടങ്ങും ആരംഭിച്ചത്. സാഹിത്യ സമിതി സെക്രട്ടറി രാജേഷ് കടാമ്പുള്ളി സ്വാഗതവും ട്രഷറർ ഷാജൻ വാഴപ്പുള്ളി നന്ദിയും പറഞ്ഞു. പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ചെയർമാൻ P ഗോപാലൻ, സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബാഹുലയൻ താമരശ്ശേരി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. എന്തുകൊണ്ട് അതിനൊന്നും സാധിച്ചില്ല? ആകെ ഞാൻ കണ്ടത് എറണാകുളത്തെ ജി ശങ്കരക്കുറുപ്പ് ഓഡിറ്റോറിയത്തിൽ 1995 അവർ ഒരു പരിപാടിക്ക് വന്നപ്പോൾ കാണികളിൽ ഒരാളായിട്ട് ഏറ്റവും പിന്നിൽ നിന്നുകൊണ്ട് ഇവിടെ തിരക്ക്, അവരെ കാണാനുള്ള തിരക്കുകൊണ്ട് എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഏറ്റവും പിന്നിൽ നിന്നുകൊണ്ട് അവരെ ദൂരക്കാഴ്ചയായിട്ട് കണ്ടതാണ്. അന്ന് അവർ പർദ്ദയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നില്ല. ഒരു കറുത്ത സാരി പക്ഷെ എടുത്തിരുന്നു. സാരി കൊടുത്ത ഒരു വെള്ളച്ചാട്ടം പോലെ അവർ വേദിയിലേക്ക് നിന്ന് കണ്ട് അത്ഭുതപ്പെട്ട് ദൂരെ നിന്ന് കണ്ട് അവരുടെ സംസാരം കേട്ട് മടങ്ങിപ്പോകാനേ എനിക്ക് സാധിച്ചത്. മാധവിക്കുട്ടി പക്ഷേ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ലെങ്കിലും, നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിലും മാധവിക്കുട്ടി നിങ്ങളുടെ ഓരോരുത്തരോടും എന്ന പോലെ എന്നോടും ധാരാളമായി സംസാരിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ്. അവരുടെ കഥകൾ, കവിതകൾ, നോവലുകൾ അതെല്ലാം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പുതിയൊരു മാധവിക്കുട്ടിയെ
കണ്ടുപിടിക്കുന്ന അനുഭവമാണ് ഉണ്ടാവുക. ശക്തമായ കാറ്റിലും മഴയിലും പൊന്നിയൂർക്കുളം പരൂരിൽ ഓട് വീട് തകർന്നു വീണു. തോട്ടുപുറത്ത് പരേതനായ അപ്പുണ്ണി ഭാര്യ തങ്കമണിയുടെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. വീടിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കി വീട്ടുകാർ നേരത്തെ താമസം ബന്ധുവീടുകളിലേക്ക് മാറിയതിനാൽ അപകടമൊഴിവായി. കിടപ്പുമുറിയും അടുക്കളയും ഉൾപ്പെടുന്ന വീടിന്റെ ഭാഗമാണ് പൂർണ്ണമായും തകർന്നു വീണത്. വീടിന് ചോർച്ച ഉണ്ടായിരുന്നതിനാൽ ടാർപോളിൻ ഷീറ്റ് ഓടിന് മുകളിൽ ഉപയോഗിച്ചാണ് കുടുംബം താമസിച്ചിരുന്നത്. ഇതിന്റെ വിടവിലൂടെ മഴവെള്ളം ചോർന്നതിനാൽ ചുമരുകൾ കുതിർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ലൈഫിൽ ഉൾപ്പെട്ടതിനാലും കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാലും വീട് പുതുക്കി പണിയുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ലൈഫ് ഫണ്ട് ഇതുവരെയും പാസ്സായിട്ടില്ല. പഴയ വിഇഒ സ്ഥലം മാറിപ്പോയതും കേസ്മാർട്ട് സംവിധാനം ഉണ്ടായതുമാണ് ഫണ്ട് കിട്ടാൻ താമസിക്കുന്നത് എന്നാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് കിട്ടിയ വിവരം. പൊന്നിയൂർക്കുളം പഞ്ചായത്ത്, വില്ലേജ് എന്നിവിടങ്ങളിലേക്ക് പരാതി നൽകിയതായി വീട്ടുകാർ പറഞ്ഞു. ഉയർന്ന മാനവികത ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിലെ പീഡിതന്റെ ശബ്ദമാകുമ്പോഴാണ് എഴുത്തുകാരൻ ഉത്തരവാദിത്വം നിറവേറ്റുന്നതെന്നും എഴുത്തുകാരൻ എന്നും പ്രതിപക്ഷത്താണ് നിൽക്കേണ്ടതെന്നും കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു. KPCC സംസ്കാര സാഹിതി കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി ഇന്ദിരാഭവനിൽ സംഘടിപ്പിച്ച ചേറപ്പായി കഥകൾ കുന്നംകുളത്തിന്റെ പുനർവായന സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാഹിതി അംഗത്വ വിതരണം UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം ചെയർമാൻ സാംസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താറാദൂർ എന്നിവർ മുഖ്യാതിഥികളായി. ഡോക്ടർ ഷാജു നെല്ലായി മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ KC ബാബു, VK രഘുസ്വാമി, ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവ്, PI തോമസ്, KR രാധിക എന്നിവർ സംസാരിച്ചു. തീർച്ചയായിട്ടും അങ്ങേറ്റം അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് സംസ്കാരിക സാഹിതി ഇവിടെ ചെയ്യുന്നത്. അതുമായി ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം നമ്മുടെ കുന്നംകുളത്തിന് വലിയ സാംസ്കാരിക പാരമ്പര്യവും പൈതൃകവും ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ പുറമെ യഥാർത്ഥത്തിൽ കുന്നംകുളം ആ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള വ്യാപാര കേന്ദ്രം എന്നുള്ള രീതിയിലാണ് പണ്ട് മുതലേ നമ്മളറിയപ്പെടുന്നത്. അതേസമയം തന്നെ കുന്നംകുളത്തിന് ഈ കൈക്കുളങ്ങര രാമവാരിയിലും വള്ളത്തോളും. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിംഗ് 15ാമത് വാർഷിക പൊതുയോഗം നടത്തി. ചേംബർ ഹാളിൽ വനിതാ വിംഗ് പ്രസിഡന്റ് ജയ്മോൾ ബാബുവിന്റെ അധ്യക്ഷതയിൽ നടത്തിയ യോഗം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറിയും കുന്നംകുളം ട്രഷററുമായ MK പോൾസൺ മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ വിംഗ് സെക്രട്ടറി ജിനി ജയ്മോൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ജെൻസി ജാക്സൺ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. വനിതാ വിംഗ് കോർഡിനേറ്റർ PI ജോസ് സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണമടഞ്ഞവർക്കുവേണ്ടി മൗനപ്രാർത്ഥന നടത്തി. KM അബൂബക്കർ, രാജു B ചുങ്കത്ത്, ജിനീഷ് തെക്കേക്കര, സിൻഡോ ജോയ്, PI നിക്സൺ എന്നിവർ സംസാരിച്ചു. 60 വയസ്സ് തികഞ്ഞ വനിതാ വിംഗ് മെമ്പർമാരെ ആദരിച്ചു. 2025-26 വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തി. പ്രസിഡന്റായി ശ്രീജിഷ ദാസ്, സെക്രട്ടറി ഷിനിമോൾ ജോജു, ട്രഷറർ ജിനി ജയ്മോൻ, വൈസ് പ്രസിഡന്റ് ജയ്മോൾ ബാബു, ജോയിന്റ് സെക്രട്ടറി രാജി പ്രിൻസ് എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തോടുകൂടി യോഗം അവസാനിച്ചു. SSLC, +2, ഡിഗ്രി, മറ്റ് കലാകായിക മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന ബാലസമാജം കലാമേളയിൽ ഓട്ടുപാറ സെന്റ് ജോർജ് ഇടവക യൂണിറ്റ് ഓവറോൾ ചാമ്പ്യന്മാരായി. മേലെപ്പാറ സെന്റ് ജോർജ് ഇടവകയും പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലും 2ാം സ്ഥാനവും കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഇടവക 3ാം സ്ഥാനവും നേടി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂളിൽ നടന്ന കലാമേള ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ VM സാമുവേൽ അധ്യക്ഷത വഹിച്ചു. മത്സരങ്ങളിൽ ഭദ്രാസനത്തിലെ വിവിധ ഇടവകയിലെ നിരവധി കുട്ടികൾ മാറ്റുരച്ചു. സമാപന സമ്മേളനം കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന വൈദിക സംഘം സെക്രട്ടറി ഫാദർ ജോൺ ഐസക് സംസാരിച്ചു. ഫാദർ ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പ, ഫാദർ മാത്യൂസ് K ബർസൗമ, ഫാദർ ലൂക്ക് ബാബു, ഫാദർ സജി കുളങ്ങാട്ടിൽ, ഫാദർ KP ഗീവർഗീസ്, ഫാദർ ആന്റണി പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ബാലസമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന കലോത്സവം അറ്റം കരീസ്മ പാലസിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയന്റെ അധ്യക്ഷതയിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷാരി ശിവൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷക്കീല ഷമീർ, NA ബാലചന്ദ്രൻ,
നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ.പി. ചിന്തയുടെ നേതൃത്വത്തിൽ ആരോഗ്യ പരിശോധനാ സംവിധാനങ്ങൾ സജ്ജീകരിച്ചു. 78 തവണ രക്തം ദാനം ചെയ്ത മേജർ P.J. സ്റ്റൈജു മാസ്റ്ററെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും കരോക്കെ ഗാനമേളയുമുണ്ടായി. എരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറത്ത് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. 3 കോഴികളെ വിഴുങ്ങുകയും 5 കോഴികളെ കൊല്ലുകയും ചെയ്ത മലമ്പാമ്പിനെയാണ് പിടികൂടിയത്. കോട്ടപ്പുറം പടിഞ്ഞാക്കര വീട്ടിൽ പ്രശാന്തിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടിച്ചത്. രാവിലെ പ്രശാന്തിന്റെ അമ്മ കോഴിക്കോട് തുറക്കാൻ എത്തിയപ്പോഴാണ് മലമ്പാമ്പിനെ കണ്ടത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പഴവൂർ സ്വദേശി അഷ്റഫാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. ഏകദേശം 10 അടിയോളം വലുപ്പമുള്ള മലമ്പാമ്പിനെ പിന്നീട് വനത്തിൽ തുറന്നുവിട്ടു. കേരള കർഷക സംഘം കടവലൂർ സൗത്ത് മേഖലാ സമ്മേളനം നടത്തി. തിപ്പിലശ്ശേരി EMS കമ്മ്യൂണിറ്റി ഹാളിനു മുന്നിൽ സൗത്ത് മേഖലാ പ്രസിഡന്റ് K.A. അസീസ് പതാക ഉയർത്തി. തുടർന്ന് ഉണ്ണിയേട്ടൻ നഗറിൽ നടന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് K.A. അസീസ് അധ്യക്ഷത വഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗം ശ്രീജിത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പത്മം വേണുഗോപാൽ, K.B. ജയൻ, K.K. സതീശൻ, CPM നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുതിർന്ന കർഷകരെയും സംഘാംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മൊമന്റോ നൽകി ആദരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി തെങ്ങിൻ തൈയും പച്ചക്കറി വിത്തുകളുടെ വിതരണവും ഉണ്ടായിരുന്നു. MD കോളേജിലെ NCC SD യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക രക്തദാതാക്കളുടെ ദിനത്തിന്റെ ഭാഗമായി രാമവർമ്മപുരം IMA ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് നടത്തി. സീനിയർ അണ്ടർ ഓഫീസർ K.A. മുഹമ്മദ് അൻസിലിന്റെ നേതൃത്വത്തിൽ കേഡറ്റുകൾ രക്തം ദാനം ചെയ്തു. അസോസിയേറ്റ് NCC ഓഫീസർ ലഫ്റ്റനന്റ് ഡോക്ടർ CC ബെൻസൺ, ഡോക്ടർമാരും പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.